ലെറ്റ്സ് ഇമാജിൻ സമയം ഉച്ചയാണ്. നിങ്ങൾ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സ്വിഗ്ഗി ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, അതിലൊരു ബിരിയാണി ഓർഡർ ചെയ്യുന്നു. പക്ഷേ ആ ബിരിയാണി ഓർഡർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുമോ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ബിരിയാണി പ്രിപ്പയർ ചെയ്തോ, അത് പിക്ക് ചെയ്തോ, അത് അടുത്തെത്താറായോ എന്നിങ്ങനെ അതിൻ്റെ സ്റ്റാറ്റസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ ആ ബിരിയാണി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോഴേ നിങ്ങൾ ആ ചെക്കിംഗ് സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. എന്നാൽ ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നവരെ ഫോളോ അപ്പ് ചെയ്യാൻ കോഡിങ്ങിന് സാധിക്കുമോ? അതിന് നമ്മളെ സഹായിക്കുന്ന ടൂളിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചാനലിലെ പൈതൺ ലെക്ചർ സീരീസിലെ 8th വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ലെക്ചർ സീരീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ പിന്നെ പൈതൺ പഠിക്കുന്നതിനായി നിങ്ങൾ മറ്റൊരു വീഡിയോസും കാണേണ്ടതില്ല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പൈതണിലെ വൈൽ ലൂപ്സിനെ കുറിച്ചാണ്. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് അൺലിമിറ്റഡ് ആയി കോഡ് റൺ ചെയ്യാൻ, നമ്മളുടെ ബിരിയാണി നമ്മുടെ കയ്യിൽ കിട്ടുന്നവരെ അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വൈൽ ലൂപ്സ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. സോ വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ അഡോൺ മാത്യു, വെൽക്കം. നമുക്കിനി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടി പോവാണ്. അതിന് ഞാൻ വൈൽ ലൂപ്സ് എന്ന പേര് കൊടുക്കുകയാണ്. .ipynb. ഓക്കെ, ഞാൻ ഇവിടെ വൈൽ ലൂപ്പിന്റെ കോഡ് ടൈപ്പ് ചെയ്യേണ്ടി പോവാണ്. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ ആ ബിരിയാണിയുടെ കേസിനെ എടുക്കാം. അത് ഒരു വൈൽ ലൂപ്പായിട്ട് എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ ആദ്യം എൻ്റെ കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരികയാണ്. ഈ കോഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു വൈൽ ലൂപ്പിന്റെ കോഡാണ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ വൈൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വൈൽ ലൂപ്പ് ആണെന്ന്. സോ ഇതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിൽ എംപ്റ്റി സ്ട്രിംഗ് ആണത്, അത് ഒന്നുമില്ല, എംപ്റ്റി ആണത്. അതിനുശേഷം ഞാൻ കൊടുക്കുന്ന കണ്ടീഷനാണ് വൈൽ സ്റ്റാറ്റസ് ഇതെന്താണ് നോട്ട് ഈക്വൽ ടു, വൈൽ സ്റ്റാറ്റസ് നോട്ട് ഈക്വൽ ടു ഡെലിവേർഡ് സ്റ്റാറ്റസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് അപ്ഡേറ്റ് ബിരിയാണി ഡെലിവറി സ്റ്റാറ്റസ്. അതായത് വൈൽ സ്റ്റാറ്റസ് നോട്ട് ഈക്വൽ ടു ഡെലിവേർഡ്, അതായത് സ്റ്റാറ്റസ് ഡെലിവേർഡ് അല്ലാത്ത കേസിലൊക്കെ, സ്റ്റാറ്റസ് ഡെലിവേർഡ് അല്ലാത്ത എല്ലാ കേസിലും എന്ത് വരും, നമ്മുടെ ഒരു ഇൻപുട്ട് ബോക്സ് വയ്ക്കും. അപ്ഡേറ്റ് ബിരിയാണി ഡെലിവറി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് ബോക്സ് വയ്ക്കും. ആ ഇൻപുട്ട് ബോക്സ് നമ്മൾ കൊടുക്കുന്ന ആൻസർ ഏത് വേരിയബിളിലോട്ട് പോവുക, സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് പോവുക. അപ്പം നമ്മൾ ആ ഇൻപുട്ട് ബോക്സിൽ എന്തൊക്കെയാണോ ആൻസർ കൊടുക്കുന്നത് ആ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് പോകും. അതിനുശേഷം അത് വീണ്ടും ചെക്ക് ചെയ്യും അത് ഡെലിവേർഡ് ആണോ എന്ന്. ഡെലിവേർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ വൈൽ ലൂപ്പ് അവിടെ ക്ലോസ് ചെയ്യും. ഡെലിവേർഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ വൈൽ ലൂപ്പ് വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇനി ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങളുടെ കാണാൻ ആ ഇൻപുട്ട് ബോക്സ് വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇവിടെ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്റ്റാറ്റസ് ഈക്വൽ ടു എംപ്റ്റി സ്ട്രിംഗ്. അപ്പൊ സ്റ്റാറ്റസ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മുടെ എംപ്റ്റി സ്ട്രിംഗ് ആയിട്ട് വന്നു. അതിനുശേഷം വൈൽ ലൂപ്പിലോട്ട് കയറി. അപ്പം ആദ്യം എന്താ വെച്ചാൽ സ്റ്റാറ്റസ് നോട്ട് ഈക്വൽ ടു ഡെലിവേർഡ് ആണോ. അപ്പൊ ഇവിടെ കാണുന്നത് എന്താണ്, സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എംപ്റ്റി സ്ട്രിംഗ് ആണ്, അതായത് ഡെലിവേർഡ് അല്ല. അപ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു, അത് സാറ്റിസ്ഫൈ ചെയ്തപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരികയാണ് ചെയ്യുന്നത്, സ്റ്റാറ്റസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് അപ്ഡേറ്റ് ബിരിയാണി ഡെലിവറി സ്റ്റാറ്റസ്. സോ നമുക്കൊരു ഇൻപുട്ട് ബോക്സ് വന്നു, അതിന്റെ പേരെന്ന് കൊടുത്തിരിക്കുന്നത് അപ്ഡേറ്റ് ബിരിയാണി ഡെലിവറി സ്റ്റാറ്റസ് എന്ന്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പാക്കിംഗ് എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ ഉണ്ട് അത് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും എനിക്ക് സെയിം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിന് പകരം ഓൺ ട്രാൻസിറ്റ് എന്ന് കൊടുത്തു വിചാരിച്ചോ. വീണ്ടും എനിക്ക് ആ ഇൻപുട്ട് ബോക്സ് വന്നു. ഞാൻ ഇനി ഇവിടെ ഡെലിവേർഡ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, എനിക്ക് ആ ഇൻപുട്ട് ബോക്സ് ഓൺ ചെയ്തു. എസ് ദ ബിരിയാണി ഹാസ് അറൈവ്ഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരികയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഒന്നുകൂടെ റൺ ചെയ്ത് കാണിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എംപ്റ്റി സ്ട്രിംഗ് ആയിട്ട് വരും, അതൊന്നുമില്ല. സോ നമ്മുടെ വൈൽ കണ്ടീഷനോട്ട് വരികയാണ്. എന്നിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ് കറക്റ്റ് ട്രൂ ആണോ അല്ലയോ എന്ന്. അപ്പം നോക്കുമ്പോൾ എന്താ, സ്റ്റാറ്റസ് എന്ന് പറയുന്നതാണ് ഒരു എംപ്റ്റി സ്ട്രിംഗ് ആണ്, ഒന്നുമില്ല. അപ്പോൾ സ്റ്റാറ്റസ് നോട്ട് ഈക്വൽ ടു ഡെലിവേർഡ്, ആ ട്രൂ അല്ലേ. അപ്പോൾ ആ ട്രൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വന്നു, ഈ ഒരു ഇൻപുട്ട് ബോക്സ് വന്നു കണ്ടോ, അപ്ഡേറ്റ് ബിരിയാണി ഡെലിവറി സ്റ്റാറ്റസ്, ആ ഒരു ഇൻപുട്ട് ബോക്സ് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുത്താലും അത് ഏത് വേരിയബിളിലോട്ട് വരിക, സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ വേരിയബിളിലോട്ട് വരിക. അപ്പം ഞാനിവിടെ എന്ത് കൊടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വീണ്ടും പാക്കിംഗ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പാക്കിംഗ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പാക്കിംഗ് ആവും. ഓക്കെ, അപ്പോൾ വീണ്ടും ഈ വൈൽ ലൂപ്പിലോട്ട് വരും. വൈൽ ലൂപ്പിലോട്ട് വരുന്ന സമയത്ത് സ്റ്റാറ്റസ് എന്താണ്, പാക്കിംഗ് ആണ്. ഇവിടെ ഞാൻ കൊടുത്ത പാക്കിംഗ് ആണ്. അപ്പോൾ പാക്കിംഗ് ഡെലിവേർഡ് ആയിട്ട് ഈക്വൽ ആണെന്ന് ചോദിക്കും. അല്ല,
അപ്പം എന്താണ് കറക്റ്റ് ആണ് ഇവിടെ വന്നത്, അത് സ്റ്റാറ്റസ് നോട്ട് ഈക്വൽ ടു ഡെലിവേർഡ് അല്ല. അപ്പം വീണ്ടും ഈ ഇൻപുട്ട് ബോക്സ് വരും. സോ ഞാൻ ഇവിടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ വീണ്ടും ഇൻപുട്ട് ബോക്സ് വന്നു. കാരണം എന്താ വെച്ചാൽ പാക്കിംഗ് നോട്ട് ഈക്വൽ ടു ഡെലിവേർഡ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ കണ്ടീഷൻ വരും, ഈ ഇൻപുട്ട് ബോക്സ് വരും. അപ്പം ഞാൻ ഇവിടെ വീണ്ടും വന്നിട്ട് ട്രാൻസ്ഫർന്നോ എന്ത് വേണം നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ അവിടെ ജസ്റ്റ് ട്രാൻസ്ഫർ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ വീണ്ടും ആ ഇൻപുട്ട് ബോക്സ് വന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ട്രാൻസ്ഫർ എന്ന് കൊടുക്കുന്ന സമയത്ത് ഈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ട്രാൻസ്ഫർ ആവും. അപ്പോൾ വീണ്ടും ഈ വൈൽ ലൂപ്പ് വരും. വൈൽ ലൂപ്പ് വരുമ്പോൾ സ്റ്റാറ്റസ് നോട്ട് ഈക്വൽ ടു ഡെലിവേർഡ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഈ ഒരു കണ്ടീഷൻ വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ ഡെലിവേർഡ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഡെലിവേർഡ് എന്ന് കൊടുത്ത് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഈ ഇൻപുട്ട് ഓഫ് ബിരിയാണി അപ്ഡേറ്റ് ബിരിയാണി ഡെലിവേർഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെലിവേർഡ് ആയിരിക്കും. അതായത് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഡെലിവേർഡ് ആയിരിക്കും. അപ്പം ഡെലിവേർഡ് നോട്ട് ഈക്വൽ ഡെലിവേർഡ്. അപ്പോൾ അത് ആ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ല, ഫാൾസ് ആയി. അപ്പം ഈ വൈൽ ലൂപ്പ് എക്സിറ്റ് ആവണം ചെയ്യുക. അപ്പം ഞാൻ ഡെലിവേർഡ് ക്ലിക്ക് ചെയ്ത് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈൽ ലൂപ്പ് നോക്കുന്ന സമയത്ത് എന്താണെന്നില്ല സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഡെലിവേർഡ് ആയിരിക്കും. അപ്പോൾ ഡെലിവേർഡ് നോട്ട് ഈക്വൽ ഡെലിവേർഡ് അത് തെറ്റല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വൈൽ ലൂപ്പ് നിൽക്കും. അതിന് ശേഷമുള്ള കോഡ്, അതായത് യെസ് ദ ബിരിയാണി ഹസ് അറൈവ്ഡ് എന്ന് പറഞ്ഞ കോഡ് എക്സിക്യൂട്ട് ആവും. ഞാൻ ഡെലിവേർഡ് പ്രസ് ചെയ്യണം കണ്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു കോഡ് വന്നു. അപ്പോൾ ഞാൻ ഡെലിവേർഡ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഡെലിവേർഡ് ആവും. വീണ്ടും വൈൽ ലൂപ്പിലോട്ട് വരുന്നു. ഡെലിവേർഡ് നോട്ട് ഈക്വൽ ഡെലിവേർഡ് ആണോ? അല്ല, അത് കണ്ടീഷൻ തെറ്റിപ്പോയി. അപ്പം ഈ വൈൽ ലൂപ്പ് മൊത്തത്തിൽ ക്ലോസ് ആയി. അപ്പം അതിന് ശേഷം വരുന്ന കോഡാണിത്. അപ്പോൾ ഈ കോഡ് പ്രിന്റ് ചെയ്തു, യെസ് ദ ബിരിയാണി ഹസ് അറൈവ്ഡ് എന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു കോഡും കൂടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇവിടെ നമുക്ക് യെസ് എന്ന് പറഞ്ഞ റെസ്പോൺസ് കിട്ടുന്ന വരെ ഇൻപുട്ട് ചോദിക്കുക എന്നുള്ള രീതിയിൽ നമുക്കൊരു കോഡ് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇവിടെ റെസ്പോൺസ് ഈക്വൽ ടു എംപ്റ്റി സ്ട്രിംഗ് കൊടുത്തു. അപ്പം ആക്ച്വലി ഈ ഒരു കോഡിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഡെലിവേർഡ് ആവുന്ന വരെ അത് ഇൻപുട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫോൺ എടുത്ത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന പോലെ ഇതിലും ഡെലിവേർഡ് ആവുന്ന വരെ നമ്മളോട് ഇൻപുട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആ അൺലിമിറ്റഡ് ആയിട്ട് ആ ഇൻപുട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് വൈൽ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ ഇനി ഈ കേസിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ റെസ്പോൺസ് ചോദിക്കും യൂസറിന്റെ അടുത്ത്. യൂസർ എപ്പോഴാണോ യെസ് പറയുന്നത് അപ്പോഴേ ആ വൈൽ ലൂപ്പ് നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ വൈൽ ലൂപ്പ് ഇങ്ങനെ അത് യൂസറിന്റെ അടുത്ത് അതിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. സോ ഞാനിവിടെ നേരത്തെ കൊടുത്തോളം തന്നെ വൈൽ റെസ്പോൺസ് നോട്ട് ഈക്വൽ ടു എസ് അല്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പം എന്താണ് ഇൻപുട്ട് ഓഫ് ടൈപ്പ് എസ് ടു കണ്ടിന്യൂ എന്ന് കൊടുക്കാം. അപ്പം അതിനെ ഞാൻ റെസ്പോൺസിലോട്ട് കൊടുക്കുകയാണ്, റെസ്പോൺസ് എന്ന വേരിയബിളിലോട്ട്. ഓക്കെ, ഇനി ഇത് എക്സിക്യൂട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. യു ടൈപ്പ് ഡെസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റെസ്പോൺസ് എന്ന വേരിയബിൾ ഡീക്ലെയർ ചെയ്തു. ആ റെസ്പോൺസ് എന്ന വേരിയബിളിന് ഞാൻ എംപ്റ്റി സ്ട്രിംഗ് ആണ് കൊടുത്തത്. അപ്പം റെസ്പോൺസ് എന്ന എംപ്റ്റി സ്ട്രിംഗ് ആയി. അതിനുശേഷം ഈ വൈൽ ലൂപ്പിലോട്ട് വരും. അപ്പം സംഭവിക്കും എംപ്റ്റി സ്ട്രിംഗ് ആണ് ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം എംപ്റ്റി സ്ട്രിംഗ് നോട്ട് ഈക്വൽ ടു എസ് അത് കറക്റ്റ് ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിലോട്ടേക്ക് വരും. അപ്പം എന്താണ് ഇൻപുട്ട് ബോക്സ് ചോദിക്കും. എന്നിട്ട് ഇൻപുട്ട് ബോക്സിൽ എനിക്ക് എന്തുകൊണ്ട് ടൈപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ എന്ത് ടൈപ്പ് ചെയ്താലും അവസാനം എസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് റെസ്പോൺസ് ഈ കണ്ടീഷൻ ഫെയിൽ ചെയ്യും എനിക്ക് ഈ ഒരു വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. സോ അത് എക്സിക്യൂട്ട് ചെയ്യണം. കണ്ടോ എനിക്ക് ആ ഒരു ഇൻപുട്ട് ബോക്സ് വന്നിട്ടുണ്ട്, ടൈപ്പ് എസ് ടു കണ്ടിന്യൂ എന്നുണ്ട്. ഞാൻ അതിന് വരെ ഇവിടെ നോ ആണ് കൊടുക്കുന്നതുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? റെസ്പോൺസ് എന്ന് പറയുന്നത് നോ ആയി. അപ്പം നോട്ട് ഈക്വൽ ടു എസ് അത് കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു ഇൻപുട്ട് ബോക്സ് വന്നു. കണ്ടോ വീണ്ടും വന്നു. ഞാൻ അവിടെ ജസ്റ്റ് ABCD എന്ന് ടൈപ്പ് ചെയ്യണം. കണ്ടോ വീണ്ടും ചോദിച്ചു. ഞാൻ അവിടെ HG എന്ന് ടൈപ്പ് ചെയ്യണം. വീണ്ടും ചോദിച്ചു. അങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. ഞാൻ ഇവിടെ എസ് എന്ന് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് എക്സിറ്റ് ആവത്തുള്ളൂ. എസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അത് എക്സിറ്റ് ആയി. ആ ഒരു ഇൻപുട്ട് ബോക്സും പോയി. എനിക്ക് യു ടൈപ്പ് ഡെസ് എന്ന് പറഞ്ഞ് വരികയും ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഞാൻ എസ് എന്ന് കൊടുക്കുന്ന സമയത്ത് റെസ്പോൺസ് എന്ന് പറയുന്നത് എസ് ആയി. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ കണ്ടീഷൻ ഫെയിൽ ആയി. കാരണം എസ് നോട്ട് ഈക്വൽ ടു എസ് തെറ്റല്ലേ? അപ്പോൾ കണ്ടീഷൻ ഫെയിൽ ആകുമ്പോൾ ഈ വൈൽ ലൂപ്പ് എക്സിറ്റ് ആയി. അപ്പോൾ അതിന് ശേഷം ഉള്ള മെസ്സേജാണ് യു ടൈപ്പ് ഡെസ് എന്ന് പറയുന്നത്. അതിവിടെ എനിക്ക് എക്സിക്യൂട്ട് ആയിട്ട് വരികയും ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു കണ്ടീഷൻ കൂടെ നോക്കാം, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ കൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം വൈൽ കൗണ്ട് ലെസ് ദാൻ ഈക്വൽ ടു 5 പ്രിന്റ് ഓഫ് കൗണ്ട്. ശേഷം കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത കോഡെന്ന് വെച്ചാൽ നേരത്തെ ഇതുപോലൊക്കെ തന്നെയാണ്, ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു വേരിയബിൾ കൊടുത്ത് കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ അതിനെ 0 എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈൽ ലൂപ്പ് ഞാൻ എടുത്തു. വൈൽ ലൂപ്പ് എടുക്കുന്ന സമയത്ത് കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കൗണ്ട് 5നും ചെറുതാണെന്നുണ്ടെങ്കിൽ മാത്രം കൗണ്ട് പ്രിന്റ് ഓഫ് കൗണ്ട് എന്ന് കൊടുക്കുക. അതിനുശേഷമുള്ള കോഡ് വന്ന് കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ഇപ്പോൾ ഇവിടെ നിന്ന് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താണ് ആദ്യത്തെ ലൈൻ ഓഫ് കോഡ് ഇത് വരും. അപ്പോൾ കൗണ്ട് ഈക്വൽ ടു 0 കൗണ്ട് എന്ന് പറഞ്ഞ് 0 ആയി. അതിനുശേഷം വൈൽ ലൂപ്പിലോട്ട് കയറി ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 0 ലെസ് ദാൻ ഈക്വൽ ടു 5 ട്രൂ ആണ്. ആ ട്രൂ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ലൈൻസ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ എന്ത് തോന്നുന്നു? പ്രിന്റ് ഓഫ് കൗണ്ട്, അതായത് പ്രിന്റ് ഓഫ് 0 എന്ന് വരും. അപ്പോൾ നമുക്ക് 0 കിട്ടും.
വീണ്ടും പിന്നെ എന്താ ചോദിക്കുന്നത് കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. അപ്പോൾ ഇവിടെ ഇപ്പം എന്താണ് 0 ആണ്. അപ്പോൾ 0 + 1 എന്ന് വരും. അതായത് കൗണ്ട് എന്ന് പറയുന്നത് 1 ആയി. ഓക്കെ, അതിനുശേഷം ഇപ്പൊ കൗണ്ട് എന്ന് പറയുന്നത് എന്തായി 1 ആയി, 0 അല്ല 1 ആയി. അപ്പോൾ 1 ആയതിനു ശേഷം വീണ്ടും ഈ ലൂപ്പിലോട്ട് വരും. അപ്പോൾ 1 ≤ 5 കറക്റ്റ് ആണ്, ട്രൂ ആണ്. 1 ≤ 5 ആണ്. സോ പ്രിന്റ് ഓഫ് 1 എന്ന് വരും. സോ നമുക്ക് 1 എന്ന് കിട്ടി. വീണ്ടും 1 + 1 എന്ന് വരും. അപ്പോൾ 2 കിട്ടി. ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ 0 1 2 3 4 5 എന്ന് ആൻസർ കിട്ടി. അപ്പം ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം എന്താ സംഭവിക്കുന്നത്, കൗണ്ട് എന്ന് പറയുന്നത് 0 ആയി. ഓക്കെ, കൗണ്ട് എന്ന് പറയുന്നത് 0 ആണ്. അപ്പം ഈ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. അപ്പം കൗണ്ട് എന്ന് പറയുന്നത് 0 ≤ 5 ട്രൂ ആണ്, കറക്റ്റ് ആണ്. സോ ഈ 2 ലൈൻ കോഡ് എക്സിക്യൂട്ട് ആവും. എന്നാൽ പ്രിന്റ് ഓഫ് 0, അപ്പോൾ നമുക്ക് 0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടി. പിന്നെ എന്താണ് വരുന്നത്, കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. കൗണ്ട് എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. സോ കൗണ്ട് ഈക്വൽ ടു 0 + 1 വിച്ച് ഈസ് 1. അപ്പോൾ കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് 1 ആയി. ഇപ്പം വീണ്ടും ഈ വൈൽ ലൂപ്പിലോട്ട് വരുന്നു. ഈ കോഡ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കൗണ്ട് ≤ 5, അതായത് 1 ≤ 5 ആണോ, കറക്റ്റ് ആണ്. 1 ≤ 5 ആണ്. സോ എന്ത് വരുന്നു, പ്രിന്റ് ഓഫ് കൗണ്ട്, അതായത് പ്രിന്റ് ഓഫ് 1 എന്ന് പറയുന്നത് വരുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് ഈ 1 കിട്ടി. ഓക്കെ, അതിനുശേഷമുള്ള കോഡ് എന്താണ്, കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. അതായത് കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കൗണ്ട് എന്താണ് 1 ആണ്. സോ ഇപ്പോൾ കൗണ്ട് എന്താവും, കൗണ്ട് ഈക്വൽ ടു 1 + 1 ആവും. സോ 2 ആയി, കൗണ്ട് 2 ആയി. വീണ്ടും ഈ വൈൽ ലൂപ്പിലോട്ടേക്ക് വരുന്നു. 2 ≤ 5 ട്രൂ ആണ്. സോ പ്രിന്റ് ഓഫ് 2 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് ഈ 2 കിട്ടുന്നു. വീണ്ടും കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1, അതായത് 2 + 1 3 ആയി. അപ്പോൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നു. 3 ≤ 5 അതും ട്രൂ ആണ്. സോ പ്രിന്റ് ഓഫ് 3 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ട് 3 എന്ന് കിട്ടുന്നു. അപ്പോൾ പിന്നെ കൗണ്ട് എന്താവുന്നു, 3 + 1 4 ആവുന്നു. അതിനുശേഷം 4 ≤ 5 അതും കറക്റ്റ് ആണ്. സോ പ്രിന്റ് ഓഫ് 4 എന്ന് വരുന്നു. അങ്ങനെ നമുക്ക് ഈ 4 കിട്ടുന്നു. അതിനുശേഷം അതിനുശേഷം കൗണ്ട് എന്ന് പറയുന്നത് 5 ആവുന്നു. അപ്പം 5 ആവുന്ന സമയത്ത് 5 ≤ 5 അതും കറക്റ്റ് ആണ്. 5 = 5 ആണല്ലോ. സോ പ്രിന്റ് ഓഫ് 5 എന്ന് വരുന്നു. അപ്പോൾ നമുക്കിവിടെ 5 കിട്ടി. അതിനുശേഷം കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, 5 + 1 6 ആയി. ഈ 6 വരുന്ന സമയത്ത് വീണ്ടും ഈ കണ്ടീഷനോട്ടേക്ക് വരുന്നു. 6 ≤ 5 ആണോ, അല്ല, തെറ്റി. അതുകൊണ്ട് തന്നെ ഈ വൈൽ കണ്ടീഷൻ, ഈ വൈൽ ലൂപ്പ് മൊത്തത്തിൽ എക്സിറ്റ് ആയി. അതുകൊണ്ടാണ് നമുക്കിവിടെ 0 1 2 3 4 5 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 3 കണ്ടീഷൻസ് ആണ് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചേക്കാം. 3 കണ്ടീഷൻസ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ ആണ്. ഇനിഷ്യലൈസേഷൻ ഓഫ് വേരിയബിൾ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻ ചെക്ക് ചെയ്യുക, കണ്ടീഷൻ ചെക്ക്. അതിനുശേഷം തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്ഡേറ്റിംഗ് ദ വേരിയബിൾ. അപ്പോൾ നമുക്ക് ഈ കോഡ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഫസ്റ്റ് എന്താണ്, ഇനിഷ്യലൈസേഷൻ ഓഫ് വേരിയബിൾ. ആ വേരിയബിൾ, അപ്പോൾ ഇവിടെ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ജസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു. കൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ചെക്ക്. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. വൈൽ ലൂപ്പിൽ നമ്മൾ ചെയ്യുന്നതാണ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. കൗണ്ട് <5 ആണ് കണ്ടീഷൻ. ആ 5 ചെറുതാണോ കൂടുതലാണോ എന്ന് ഉള്ള കണ്ടീഷൻ ചെക്ക് ചെയ്തു. അതിനുശേഷം അപ്ഡേറ്റിംഗ് ദ വേരിയബിൾ. ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ആ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്തു. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കോഡിലും ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ഇത് കണ്ടോ, ഇനിഷ്യലൈസേഷൻ ഓഫ് വേരിയബിൾ. നമ്മൾ റെസ്പോൺസ് എന്ന വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്തോ, റെസ്പോൺസ് നോട്ട് ഈക്വൽ ടു എസ് ആണോ അല്ലയോ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്ഡേറ്റിംഗ് ദ വേരിയബിൾ. വീണ്ടും നമ്മൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു. വേരിയബിൾ എന്താണ്, റെസ്പോൺസ് എന്ന വേരിയബിൾ. അത് നമ്മളുടെ ഇൻപുട്ട് ബോക്സ് ഇൻപുട്ട് ചോദിച്ചിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഈ 3 കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ആവത്തില്ല. ഞാനിവിടെ ഈ അപ്ഡേറ്റിംഗ് ദ വേരിയബിൾ ഇത് ചെയ്യാൻ മറന്നുപോയി. അതായത് ഞാൻ ഈ ഒരു കോഡിനെ എടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു അപ്ഡേറ്റിംഗ് ഈ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ഒരു കോഡ് കളയുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ കാണാം 0 എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ആയി ടൈപ്പ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൗണ്ട് എന്ന് പറയുന്നത് 0 ആയി. കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ 0 ആയി. അതിനുശേഷം 0 < 5 0 5 ചെറുതാണോ എന്നാണ് ചോദിക്കുന്നത്. 0 5 ചെറുതാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരുന്നു, പ്രിന്റ് ഓഫ് കൗണ്ട്. അത് പ്രിന്റ് ഓഫ് 0 എന്ന് പറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഈ 0 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി. ഈ ഔട്ട്പുട്ട് കിട്ടി. അതിനുശേഷം വീണ്ടും വൈൽ ലൂപ്പിലോട്ട് വരുന്നു. അപ്പോഴും കൗണ്ട് എന്താണ്, 0 തന്നെയാണ്. അപ്പോൾ എന്താണ്, 0 < 5 ആണോ, ട്രൂ ആണ്. സോ എന്ത് സംഭവിക്കുന്നു, വീണ്ടും 0 വരുന്നു. അതിനുശേഷം വീണ്ടും കൗണ്ട് നോക്കുന്നു. ആ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. വീണ്ടും കൗണ്ട് എന്താണ്, 0 തന്നെയാണ്. അപ്പോൾ വീണ്ടും 0 വരുന്നു. അങ്ങനെ 0 കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും, നിൽക്കത്തില്ല. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കോഡ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കും.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ എപ്പോഴും വൈൽ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വേരിയബിൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഓർക്കണം. ആ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ആയിക്കൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. സോ അത് ഫെയിൽ ആവത്തേ ഉള്ളൂ. സോ ആ ഒരു കണ്ടീഷൻ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരാം. ഇവിടെ ഞാനത് ഈ ഒരു കോഡ് ഇന്ററപ്റ്റ് ചെയ്തു, ഞാൻ ഈ കോഡ് സ്റ്റോപ്പ് ചെയ്ത കാരണമാണ് എനിക്ക് ഒരു എറർ വരുന്നത്. ഈ കോഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും, 0 ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇനി ഒരു ചലഞ്ച് തരാം. ചലഞ്ച് write a while loop that keeps asking the user to enter a number the loop should stop only when the user enters a number greater than 100. അപ്പോൾ ഞാൻ അവിടെ തരുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വൈൽ ലൂപ്പ് ചെയ്യണം. ആ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് യൂസറിൻ്റെ അടുത്ത് എപ്പോഴും നമ്പർ ചോദിച്ചുകൊണ്ടേയിരിക്കണം. യൂസറിൻ്റെ അടുത്ത് എപ്പോഴും ഒരു നമ്പർ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴാണോ ആ യൂസർ കൊടുക്കുന്ന നമ്പർ 100-നെക്കാളും കൂടുതലാവുന്നത് അപ്പോൾ മാത്രമേ ആ വൈൽ ലൂപ്പ് നിർത്താൻ പാടുള്ളൂ. അതുവരെ അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് ഈ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ചലഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി ഇതിന്റെ സൊല്യൂഷൻ ചെയ്ത് കാണിച്ചു തരാം. സോ ഞാൻ ആദ്യം ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യണം. ഞാൻ ജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യണം. ജസ്റ്റ് നം എന്ന് കൊടുത്തേക്കാം. നം ഈക്വൽ ടു S0 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി അടുത്തെന്താണ് കണ്ടീഷൻ കൊടുക്കുക, വൈൽ കണ്ടീഷൻ. വൈൽ ഞാൻ കൊടുത്ത കണ്ടീഷൻ എന്താണ്, നമ്പർ 100-നെക്കാളും ചെറുതായിരിക്കും. അത് 100-നെക്കാളും കൂടുതലാണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ ഫെയിൽ ചെയ്യാൻ പാടുള്ളൂ. സോ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് കൊടുക്കാം. അതിനുശേഷം അപ്പോൾ കണ്ടീഷൻ കൊടുത്തു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഇനി ആ വേരിയബിൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അതായത് ഞാൻ ഇവിടെ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻപുട്ട് ചോദിച്ചിട്ടാണ്. സോ ഇൻപുട്ട് ഓഫ് എൻ്റർ എ നമ്പർ ഗ്രേറ്റർ ദാൻ 100 എന്ന് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിത് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഇൻപുട്ടിൽ നമ്മൾ എന്ത് കൊടുത്താലും ആ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ തരുന്നത് എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കും. സോ നമ്മളത് ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ ചെക്കിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ ഇൻറ്റ് ഓഫ് എന്ന് കൊടുക്കുകയാണ്. സോ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിട്ട് കിട്ടും. ഇനി ഇത് ഞാൻ നം എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് തിരിച്ച് അസൈൻ ചെയ്യണം. സോ ഇവിടെ നമ്മൾ ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടീഷൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ കൊടുത്ത വേരിയബിളില്ല, അത് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇത് വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ആയില്ല എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വൈൽ ലൂപ്പിനെ പുറത്ത് കൊടുക്കുകയാണ്. നമുക്ക് താങ്ക്സ് ദാറ്റ്സ് എ ബിഗ് നമ്പർ എന്ന് മെസ്സേജ് കൊടുക്കാം. ഓക്കെ, ഞാനിത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ എനിക്ക് ഇൻപുട്ട് ബോക്സ് വന്നിട്ടുണ്ട്. ഞാൻ നമ്പർ 10 കൊടുക്കുകയാണ്. കണ്ടോ വീണ്ടും എന്നോട് ചോദിക്കുകയാണ് നമ്പർ ടൈപ്പ് ചെയ്യാൻ. ഞാൻ 50 കൊടുക്കുകയാണ്, വീണ്ടും ചോദിച്ചു. 99 കൊടുക്കുകയാണ്, വീണ്ടും ചോദിക്കുന്നു. ഞാൻ 101 കൊടുക്കുകയാണ്. കണ്ടോ അപ്പോൾ അത് ആ വൈൽ ലൂപ്പ് എക്സിറ്റ് ആയി. അതിനുശേഷം എനിക്കൊരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് വന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ വൈൽ ലൂപ്സ് എങ്ങനെയാണ് പൈത്തണിൽ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിറ്റിക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ആ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ നമ്മുടെ ഈ ചാനൽ നമ്മൾ ഡെയിലി ക്വിസസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളത് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പൈത്തൺ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.